ഹൈഡ്രോളിക് ജാക്കി ലഭിച്ചത് അത് പുഴയുടെ അടിത്തട്ടിൽ നിന്നല്ലേ? അടിത്തട്ടിൽ പൂണ്ട് കിടക്കുകയായിരുന്നില്ലേ? ഇപ്പോൾ ഈശ്വർ മൽപ്പെ പറയുന്നത് ഏതാണ്ട് ആ ജാക്കിയുടെ മുകൾ ഭാഗം മാത്രമായിരുന്നു കാണാൻ കഴിഞ്ഞത്. അവിടെ അടിത്തട്ടിൽ മണ്ണ് പൂഴ്ന്നു കിടക്കുകയാണ്. അവിടുന്ന് മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് ഈ ജാക്കിയുടെ ഭാഗങ്ങൾ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഏതാണ്ട് ഒരു 10 മീറ്റർ അകലെ തീരത്തിൽ നിന്ന് പുഴയുടെ 10 മീറ്റർ ഉൾഭാഗത്തായിട്ടാണ് ഈ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ വലിയ തരത്തിൽ പാറക്കെട്ടുകളുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ അവിടെ പരിശോധന നടത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നുകൂടി പറയുന്നു. അത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യമല്ല ഈ നദിയുടെ അടിത്തട്ടിലുള്ളത്. പാറക്കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ പരിശോധന നടത്താൻ കഴിയും. മൽപ്പെ പറഞ്ഞത് 3 ദിവസം തിരച്ചിൽ തുടരുമെന്നാണ്. നാളെ രാവിലെ 8 മണിക്ക് തിരച്ചിൽ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ മഴ മാറി നിൽക്കുകയല്ലേ? അവിടുത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ആ മഴ മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ മഴയില്ല. അതുകൊണ്ട് തന്നെ നദിയിലെ ജലനിരപ്പ് വളരെ താഴ്ന്ന നിലയിലാണ്. സാധാരണഗതിയിൽ വേനൽക്കാലത്തൊക്കെ ഉള്ളതിന് സമാനമായ നിലയിലുള്ള ജലനിരപ്പാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ കുത്തൊഴുക്ക് എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ പോലുമല്ല 2 നോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. സാധാരണ കാലത്ത് വേനൽക്കാലത്തൊക്കെ ഉണ്ടാകുന്ന പുഴയിലുണ്ടാകുന്ന സ്വാഭാവികമായ ഒഴുക്ക് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്നും യാതൊരു പ്രശ്നവും ഇപ്പോൾ ഈ പരിശോധനയിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ തെളിഞ്ഞ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ നേരത്തെ സീറോ വിസിബിലിറ്റി ആയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ വളരെ കൂടുതൽ ദൂരത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നു എന്നാണ്. അതായത് ഒരു 45 മിനിറ്റാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ഇന്ന് ഗംഗാവലി പുഴയിൽ ഏകദേശം ഒരു 45 മിനിറ്റാണ്. 1 മണിക്കൂർ തികച്ച് തിരഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ കൂടുതൽ സമയമെടുത്ത് തിരയുമ്പോൾ ആ 45 മിനിറ്റിനിടയിൽ 3 ഡൈവുകൾ, ആ ഡൈവിൽ 3 സാധനങ്ങൾ മുങ്ങിയെടുക്കുന്നു. മൽപ്പെ അത് തീരത്തോട് ചേർന്നാണ്. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് പോകേണ്ട ഭാഗങ്ങൾ, ആൽമരത്തിന്റെ ഭാഗം കിടക്കുന്നയിടം, മണ്ണ് കൂടിക്കിടക്കുന്നയിടം, അതായത് 165 മീറ്റർ വരെ കരയിൽ നിന്നുള്ള അകലം, അത്രയും അകലത്തിൽ തിരയേണ്ടതുണ്ട് അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ഈ മൺകൂനകൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 150ഓളം അടി അകലമാണ്. അതാണ്ട് 50, 60, 70ഓളം മീറ്റർ അകലെയാണ് ഈ മൺകൂനകൾ ഉള്ളത്. ആ മൺകൂനയ്ക്ക് താഴെയായിട്ടാണ് ആദ്യത്തെ സ്പോട്ട് ഉള്ളത്. ആ സ്പോട്ടിലാണ് ആദ്യ പരിശോധന നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഈ മൺകൂനയിൽ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. അത് നാവിക സംഘം വരികയാണെങ്കിലോ NDRF ഒക്കെ വരികയാണെങ്കിൽ അവരുടെ നേതൃത്വത്തിലായിരിക്കും ആ പരിശോധന നടത്തുക. പക്ഷേ പുഴയുടെ അടിത്തട്ടിലുള്ള പരിശോധന മാൽപ്പയും സംഘവും തന്നെയായിരിക്കും നടത്തുക. അത് ആ മൺതിട്ടയുടെ അടിഭാഗത്തുള്ള 2 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന രാവിലെ തന്നെ ആരംഭിക്കും. സൂര്യപ്രകാശം വീഴുന്ന ആ ഘട്ടത്തിൽ തന്നെ പരിശോധന നടത്തുകയാണെങ്കിൽ അത് വളരെ ഗുണകരമാകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ സ്പോട്ടിലുള്ള ഒരു പരിശോധന നടത്തുന്നതിനൊപ്പം തന്നെ NDRFന്റെയും SDRFന്റെയും സംഘം ഈ മൺതിട്ടകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും നടത്താനുള്ള സാധ്യതയാണ്. നേവിയുടെ തെരച്ചിൽ നാളെ ഉണ്ടോ അതോ മൽപ്പയും ടീമും മാത്രമാണോ? നാളെ 4 ഡൈവേഴ്സ് കൂടി തനിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് മൽപ്പെ പറഞ്ഞത്. നേവിയുടെ ടീമിന്റെ ഡിപ്ലോയ്മെന്റ് എങ്ങനെയാണ്? MLA എന്തെങ്കിലും സൂചന നൽകിയോ അഭിലാഷ്? MLA വളരെ കൃത്യമായി തന്നെ പറയുന്നു, നാവിക സംഘം ഉണ്ടാവാനുള്ള സാധ്യതയില്ല തന്നെയാണ് MLAയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അഞ്ജുവിനടക്കം, അതായത് അർജുൻ്റെ സഹോദരിക്കടക്കം കിട്ടിയിരിക്കുന്ന ഉറപ്പ് എന്നുള്ളത് ഈ നാവിക സംഘം കൂടി നാളെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കാരണം നേരത്തെയൊക്കെ അവർക്ക് നൽകിയിരുന്ന ഉത്തരവ് അല്ലെങ്കിൽ ഉറപ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം, നമ്മൾ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ അവസാനമായി അഞ്ജുവിന് നൽകിയിരിക്കുന്ന ഉറപ്പ് നാവിക സംഘം കൂടി നാളത്തെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളത് വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട്. കാരണം നാവിക സംഘം ഇന്ന് തന്നെ ഇവിടേക്ക് വരാൻ തയ്യാറായിരുന്നു. അവരെല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കാർവാറിൽ സെറ്റിൽ ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം 5 ഡൈവർമാർ തയ്യാറായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് പുഴയിൽ തെരച്ചിൽ നടത്താനുള്ള 2 ബോട്ടുകൾ വാഹനത്തിൽ കയറ്റി വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിയിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിച്ചില്ല. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അവർ വരുമെന്നുള്ള കാര്യമായിരുന്നു അവർ ഇന്ന് രാവിലെ മുതൽ പറയുന്നത്. അത് ഇന്ന് ഒരു പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു അനുമതി നൽകാനുള്ള സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ നാവിക സംഘം നാളെ രാവിലെ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ MLA ഇപ്പോൾ പറയുന്നത് നാവിക സംഘം വരുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. ഇവർ എത്തിയാൽ പോലും, നാവിക സംഘം എത്തിയാൽ പോലും ഇല്ലെങ്കിൽ പോലും ഇവിടെ സാധാരണഗതിയിൽ നടത്തേണ്ടുന്ന തെരച്ചിൽ ഊർജ്ജസ്വലമായി തന്നെ നടത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിന് NDRFന്റെയും അതോടൊപ്പം തന്നെ SDRFന്റെയും സഹായമുണ്ടാകും. അതോടൊപ്പം തന്നെ മാൽപ്പയ്ക്കൊപ്പം 3 ഡൈവർമാർ കൂടി അവർക്കൊപ്പം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 4 ഡൈവർമാർ, അവർക്കൊപ്പമുള്ള ഡൈവർമാർ തന്നെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകും. അതിനൊപ്പം നാവിക സംഘം കൂടുതൽ വരികയാണെങ്കിൽ നാളെ തന്നെ ഈ പരിശോധന പൂർത്തീകരിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുമോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുമോ എന്നത് മാത്രമാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായ ഏകോപനം ഉണ്ടാകുന്നു, രാഷ്ട്രീയമായുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുകളിൽ അതൊരു ശക്തമായ സമ്മർദ്ദമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാവികസേന നാളെ രാവിലെയോടുകൂടി തന്നെ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടെടുത്ത സാധനങ്ങൾ ഈശ്വർ മൽപ്പയെ 3 തവണ മുങ്ങിത്തപ്പിയപ്പോൾ കണ്ടെടുത്ത സാധനങ്ങൾ കരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് അർജുന്റെ ട്രക്കിലുണ്ടായിരുന്നത് എന്ന് ലോറി ഉടമ സ്ഥിരീകരിച്ചിരിക്കുന്ന ഹൈഡ്രോളിക് ജാക്കയാണ്. പിന്നെ ഒരു വാഹനത്തിന്റെ ഭാഗം, അത് ടാങ്കറിന്റെ ഭാഗമാകാനാണ് സാധ്യത. നിലവിൽ നടത്തിയ തിരച്ചിലിൽ 3 സാധനങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അത് പുഴയോരത്തോട് ചേർന്ന് ഈ ട്രക്ക് പാർക്ക് ചെയ്തിരുന്നതിന്റെ നേരെ എതിർവശത്ത് കടയും ഒപ്പം മരങ്ങളുമൊക്കെ നിന്നിരുന്ന ഭാഗത്തിന് താഴെയായി പുഴയുടെ ഓരത്തോട് ചേർന്ന് അധികം ഉള്ളിലേക്കല്ലാതെയുള്ള ഭാഗമാണ്. അവിടെ ആഴത്തിൽ മണ്ണിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു.